നല്ല ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ടാവും, അവരൊന്നും ദൈവത്തിന് വേണ്ട. നല്ല ചെയ്യുന്ന മനുഷ്യർക്കിടയിൽ മെച്ചപ്പെട്ട കാര്യം ചെയ്യുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ ആംഗിളിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ സക്സസ്. അപ്പോൾ ഇങ്ങനൊരു പർപ്പസ് ഒരു മനുഷ്യൻ എപ്പോൾ ഉണ്ടാകുമോ ആ മനുഷ്യൻ അത് ദൈവീകമായ ഒരു പർപ്പസിലായിരിക്കും ആ മനുഷ്യൻ്റെ പർപ്പസിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം ആ മനുഷ്യന് കിട്ടും. ഇനി ബാക്ക് ടു യുവർ ബിസിനസ്. നിങ്ങളെ പർപ്പസ് എന്തായിരുന്നു? നിങ്ങൾക്ക് കച്ചവടം, നിങ്ങൾക്ക് ലാഭം, നിങ്ങൾക്ക് പൈസ, നിങ്ങൾക്ക് സെറ്റിലാവണം, നിങ്ങളെ കടം തീർക്കണം. ഇതിലൊക്കെ നിങ്ങളേ ഉള്ളൂ. ഇതിലൊന്നും വേറെ മനുഷ്യന്മാരില്ല. ഇത് നിങ്ങൾക്ക് നല്ല കാര്യമാണ്, ഇതൊന്നും മോശം കാര്യമല്ല, പക്ഷെ മെച്ചപ്പെട്ട കാര്യമല്ല. ദൈവം നോക്കുന്നത് മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പം നാളെ മുതൽ നിങ്ങളിത് തിരിച്ചു പറയണം, അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ തിരിച്ചു പറയണം, എൻ്റെ ക്ലയൻസ്, എൻ്റെ ക്ലയൻസിൻ്റെ ബിസിനസ്, എൻ്റെ ക്ലയൻസിൻ്റെ ബിസിനസ്സിൻ്റെ ലാഭം, അതുവഴി ആ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ലൈഫിൻ്റെ ഡിഫറൻസ്, എൻ്റെ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സും ലൈഫും മാറുമ്പോൾ ഈ സൊസൈറ്റി മാറുകയാണ്. അങ്ങനെ ഒരു നീയത്ത് നിങ്ങൾ എന്ന് വെക്കുമോ, പിന്നെ റിയാസ് ഹക്കീമിൻ്റെ ആവശ്യമില്ല.